ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഊത്തപ്പമാണ് തയ്യാറാക്കുന്നത്. ഊത്തപ്പം പലതരത്തിൽ തയ്യാറാക്കാറുണ്ട്, എന്നാലും നമ്മൾ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഊത്തപ്പത്തിന് വേണ്ടി ഞാൻ ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത്. സവോള ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പകുതി തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ദോശമാവാണ്. അപ്പോൾ ദോശമാവ് തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. പിന്നെ നമ്മൾ ആദ്യമേ ഈ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ സവോള ഇട്ട് കൊടുത്തു. പിന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു പകുതി തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ പച്ചമുളകും ഇട്ട് കൊടുത്തു. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു ഇരുമ്പിൻ്റെ തവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം അതിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് തേച്ച് കൊടുത്താലും മതി. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ദോശമാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ സാധാരണ ദോശ ചുടുന്നത് പോലെ തന്നെ ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ ദോശയിൽ ഹോൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ വെജിറ്റബിൾസൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ സ്പൂൺ കൊണ്ട് 2-3 സ്പൂൺ ഈ ദോശയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പച്ചമുളകിനൊക്കെ നല്ല എരിവുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. അപ്പോൾ ഞാൻ ദോശമാവിന് മുകളിലേക്ക് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ ഞാൻ കുറച്ച് ഉപ്പൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഒന്ന് തൂവി കൊടുക്കണം. അതിനുശേഷം നമ്മളിതിന് മുകളിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ദാ നമ്മുടെ ഊത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ട് തന്നെയാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ എന്നും ദോശയും ഇഡ്ഡലിയൊക്കെ കഴിക്കുന്നതിൽ നിന്നും കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് ഇടയ്ക്കൊക്കെ ഊത്തപ്പവും ഇതുപോലെ ഒന്ന് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസൊക്കെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്